ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള വെള്ളയാംകുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു സ്പെഷ്യൽ അതിഥിയുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതയായ ഒരു കുഞ്ഞു മിടുക്കിയുണ്ട്. ആ മിടുക്കിയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് പോകുന്നത്. വാ. ഹായ്, കൺഗ്രാജുലേഷൻസ്. അങ്ങനെ നമ്മുടെ കൊച്ചുമിടുക്കി സുന്ദരിക്കുട്ടിയാണ് നമ്മളോട് ഇന്നുള്ളത് അല്ലേ? എന്തൊക്കെയാണ് വിശേഷം? പറ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ എസ്തേർ മരിയ ടോമി. ഇപ്പൊ എന്റെ വിശേഷം നിങ്ങൾക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എല്ലാ വീഡിയോസിലും ഒക്കെ ഇപ്പൊ ഞാനാണ് വരുന്നത്. അപ്പം എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ ആവശ്യമില്ല. ഫേമസ് ആയി. അതെ അതെ, ഫേമസ് ആയി. എങ്ങനെയാ ഫേമസ് ആയേ? അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫേമസ് ആയിരുന്നു. അത് ഇപ്പൊ ഞാൻ ഞങ്ങളുടെ സ്കൂളിൽ A+ കിട്ടിയവരെ ആദരിക്കാൻ വേണ്ടി ഒരു മെറിറ്റ് ഡേ ഉണ്ടായിരുന്നു. അപ്പൊ ആ മെറിറ്റ് ഡേക്ക് പോയപ്പം അവിടെ ഇങ്ങനെ ലോക്കൽ ചാനലുകാർ ഇങ്ങനെ ന്യൂസ് മെറിറ്റ് ഡേയുടെ കൊടുക്കാൻ വന്നതാ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവര് എന്നെ കണ്ടപ്പോ അന്നേരം ഓർത്ത് തന്നെ എന്റെ തന്നെ ഒരെണ്ണെടുക്കാണ്. അങ്ങനെ എടുത്ത് അവരിട്ടത് റീച്ച് കയറി ഇപ്പൊ എല്ലാവരും ഇട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഫേമസ് ആയത്. അപ്പൊ എല്ലാ വിഷയങ്ങൾക്കും A+ മേടിച്ചതിന് ആദ്യം തന്നെ ഒരു കൺഗ്രാജുലേഷൻസ്. എത്രത്തോളമായിരുന്നു ആ സന്തോഷം ആ സമയത്ത്? നല്ല സന്തോഷമായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു A+ കിട്ടും. കാരണം ഞാൻ പഠിച്ച് പരീക്ഷ എഴുതിയത് വെച്ച് നോക്കിയിട്ട്. അപ്പൊ അത് കഴിഞ്ഞ് മാത്സ് കുറച്ച് എക്സാം പാടായി കഴിഞ്ഞപ്പം ഒരെണ്ണത്തിന് പോകാൻ സാധ്യത ഉണ്ടെന്നൊരു ഇതുപോലെ വന്നു. പക്ഷേ മാർക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ A+ കിട്ടിയപ്പം എല്ലാവർക്കും സന്തോഷം. വീട്ടിലുള്ളവർക്കും സ്കൂളിൽ നിന്നും എല്ലാവർക്കും സന്തോഷം. ഹാപ്പി. ഞാനും ഹാപ്പിയായി. എത്രത്തോളമായിരുന്നു സ്കൂളിൽ നിന്ന് കിട്ടിയ ടീച്ചർമാരിൽ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്? ശരിക്കും പറഞ്ഞാൽ ഞാൻ 1ലും 2ലും 3ലും സ്കൂളിൽ ഫുള്ളായിട്ട് പോയിട്ടില്ല. അഡ്മിഷൻ എടുത്ത് വീട്ടിലിരുന്ന് പഠിക്കുമായിരുന്നു ചെയ്ത്. ഒരു 3ാം ക്ലാസ് പകുതി മുതലാണ് കുറച്ച് പോയി തുടങ്ങിയത്. പിന്നെ 4ാം ക്ലാസ് ആയപ്പോൾ പിന്നെ എല്ലാ ദിവസവും അത് ശീലിച്ചത് കൊണ്ട് പോയി തുടങ്ങി. അവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഏത് ക്ലാസ്സിൽ ചെന്നാലും ഫസ്റ്റ് ബെഞ്ചിൽ ആദ്യം തന്നെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പൊ ടീച്ചേഴ്സൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള പഠിപ്പീരൊന്നും അല്ലായിരുന്നു. എല്ലാവരും സാധാരണ പഠിക്കുന്ന പോലെ തന്നെയാണ് ഞാനും പഠിച്ചത്. അവരുടെ ശ്രദ്ധ കുറച്ചുകൂടെ കിട്ടും. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അവർ സപ്പോർട്ടായിരുന്നു. പിന്നെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിലൊക്കെ സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് 1ാം ക്ലാസ് മുതൽ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഷിബിയ. അവളാണ് എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും എന്നെ ബാക്കി എല്ലാ കൂട്ടുകാരിൽ നിന്നും നോക്കുന്നതും പൊതുവെ നോക്കുന്നത് അവളായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. +1 +2 2 സ്ട്രീം എടുത്തതുകൊണ്ട് വേറെ ക്ലാസ്സായി. അത്രേ ഉള്ളൂ. അപ്പോൾ അവളാണ് നോക്കിയത്. ബാക്കി എല്ലാവരും കൂട്ടുകാരെല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. അടുത്ത ലക്ഷ്യം എന്താണ്? അടുത്ത ലക്ഷ്യം എനിക്കൊരു B.Tech ഒരു എഞ്ചിനീയറിംഗ് എടുക്കണം എന്നാണ്. അതെടുത്തതിന് ശേഷം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയ അഭിനയിക്കും. പാട്ട് പാടുന്നൊക്കെ കേട്ടല്ലോ. പാട്ട് പാടും. ഞങ്ങൾക്കൊരു പാട്ട് പാടി തരുമോ? തമിഴ് പാടാം. എൻ കൂടെ വേരും ഓ യേസുവേ, நீரில்லாமல் நான் வாழ முடியாது, என் பக்கத்திலே இரும் ஓ യേസുവേ, നീരില്ലാமல் நான் வாழ முடியாது. എസ്തേറിൻ്റെ മാതാപിതാക്കളും അനിയനുമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അച്ഛൻ PWD ഉദ്യോഗസ്ഥനാണ്, അമ്മ ടീച്ചറാണ്, അനിയൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എങ്ങനെയായിരുന്നു മോൾക്ക് കൊടുത്ത ഒരു സപ്പോർട്ട്? മോൾക്ക് ഞങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പം നോർമൽ വെയിറ്റ് ആയിരുന്നു. അത് ഒരു 5-8 മാസമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഇവൾക്ക് ഒരു ശകലം ഇതുപോലെ വളർച്ചക്കുറവുണ്ടെന്ന് ഞങ്ങൾ കണ്ടത്. അപ്പോൾ കണ്ടപ്പം മുതൽ ഞങ്ങൾക്ക് ഡോക്ടർമാരെയൊക്കെ കാണിച്ചിട്ടാണെങ്കിൽ ശരിക്കും അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ലാത്ത ഒരവസ്ഥയാണ്. ഞങ്ങളത് കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പം അവസാനം ഞങ്ങളൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അവർ പെട്ടെന്ന് അമേരിക്കയ്ക്ക് കോൾ വിളിച്ചിട്ട് അവിടെയുള്ള ഡോക്ടർമാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പറഞ്ഞു ഇത് വളരെ സ്പെഷ്യലായിട്ട് കാണുന്നൊരു രോഗമാണ്. ഇതിന് പറയുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഡോൾഫ് എന്നാണ് ഇതിന് പറയുന്നത്. ഡോൾഫ് അല്ല, പിറ്റ്യൂട്ടറി ഡോൾഫ്. അപ്പോൾ അതിന് ഇവൾക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തെ വിവിധ ഭാഗങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സിഗ്നൽ കൊടുക്കുന്നത് ഈ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്.
അത് ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇവൾ ഒമിറ്റ് ചെയ്യും, അല്പം ഭക്ഷണം മാത്രമേ കഴിക്കത്തുള്ളൂ. അതാണ് ഉള്ളൊരു സിൻഡ്രം കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നു കഴിയുമ്പം അവർ പറഞ്ഞു ഇതിന് ഇപ്പം നിലവിൽ ചികിത്സയൊന്നുമില്ല, അതിന് പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അന്നേരം എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെങ്ങനെയായിരിക്കുന്നോ അങ്ങനെ തന്നെ ആവട്ടെ, അപ്പം ഇവളെ ഞങ്ങൾക്ക് നല്ല സന്തോഷത്തോട് വളർത്തിക്കൊണ്ട് വരണം. അപ്പോൾ ഞങ്ങൾ പിന്നീട് മുന്നോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ പരമാവധി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവളുടെ തൂക്കം എന്ന് പറയുന്നത് വെക്കുന്നേ ഇല്ല. അത് വളരെ കുറഞ്ഞ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഒരു 1/2 കിലോയോ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യാസം മാത്രമേ അവൾക്ക് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം പിന്നെ നോക്കിയപ്പോൾ എല്ലാ കാര്യത്തിലും ഇവൾ നല്ല ഏബിളാണ്. പിന്നീടുള്ള ഞങ്ങളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇവൾ സമൂഹത്തിൽ വരുമ്പോഴാണെങ്കിലും മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഒരു വിഷമം ഉള്ളതായിട്ട് ഇവൾക്ക് അനുഭവപ്പെടരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, അത് കാരണത്താൽ ദൈവം ഇങ്ങനെ എന്നെ സൃഷ്ടിച്ചല്ലോ, മറ്റുള്ളവരെല്ലാം മിടുക്കരായിട്ടിരിക്കുമ്പോൾ ഞാൻ മാത്രം എന്താ ഇങ്ങനെയായിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഇടവരാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് ദൈവം നമുക്കൊരു സ്പെഷ്യലായിട്ട് നമുക്ക് തന്നതാണ്. അത് കാരണത്താൽ മോള് അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട, ഇതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലുള്ള ഒരു കാര്യമാണ്. അത് കാരണത്താൽ മോൾക്കൊണ്ട് പറ്റുന്നത് പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുക, അവളുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ വിടാനായിട്ട് തുടങ്ങി. അപ്പോൾ അവൾ പഠിക്കുന്ന കാലത്താണെങ്കിലും അവളെ എല്ലാ ദിവസങ്ങളും സ്കൂളിൽ പോകാനോ ഒന്നും പറ്റിയാലും ഇത്ര കുഞ്ഞായത് കാരണത്തല്ലേ ഇന്നല്ലേ ഇപ്പോൾ ഇത്ര വലിപ്പമുള്ളത്, അത് പറഞ്ഞാൽ ഇതിലും കുഞ്ഞാണെന്ന് കണക്ക് കൂട്ടണം. അപ്പം അന്നേരം ഞങ്ങൾക്ക് പോകാനും വരാനും പിള്ളേരുടെ ഇടയ്ക്ക് പോയിരിക്കുമ്പോഴാണെങ്കിലും തട്ടി വീഴിക്കുകയോ പിള്ളേരങ്ങനെ ശ്രദ്ധിക്കില്ല. കൊച്ചു പിള്ളേരാകുമ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ ശ്രദ്ധിക്കും, കുഞ്ഞായിരിക്കും അത് അവർ ഓടി നടക്കും. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വിടാൻ പറ്റത്തില്ല. അങ്ങനെ വിടാൻ പറ്റാതിരുന്നപ്പോൾ സ്കൂളിൽ എന്ന് പറഞ്ഞ് അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞ് പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി. അപ്പോൾ അവൾ നോർമലായിട്ട് വീട്ടിലിരുന്ന് ഞങ്ങളൊരു എഞ്ചുവടി മാലപാഠത്തിനുള്ള പുസ്തകങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു. അവൾ തന്നെ അക്ഷരം ഇരുന്ന് പഠിച്ചു. ഞങ്ങൾ ഒരു അക്ഷരം പോലും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. സ്കൂളിൽ നിന്ന് അധ്യാപകരും ഒരു അക്ഷരം പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. 4ാം ക്ലാസ് വരെ 3ാം ക്ലാസ്സിൽ വരെ അങ്ങനെ പോയി. 4ാം ക്ലാസ് ആയപ്പോഴത്തേനുള്ള നല്ല സ്ഫുടമായിട്ട് വായിക്കാനും എഴുതാനും അക്ഷരങ്ങൾ എഴുതാനും പ്രാപ്തയായി. തനിയെ ചെയ്തതാണ്. അപ്പം അത് ഞങ്ങൾക്ക് സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് 4ാം ക്ലാസ്സിൽ ഇവിടെ ഇരുത്തി, സ്കൂളിൽ കൊണ്ടുപോയിരുത്തി. ആ 4ാം ക്ലാസ് മുതൽ ഇങ്ങനെ സ്കൂളിൽ റെഗുലറായിട്ട് പോകാൻ തുടങ്ങി. അപ്പം അമ്മയുടെ സ്കൂളിലുള്ളത് കൊണ്ട് നേരത്തെ പോകേണ്ടി വരും. അപ്പം ഞങ്ങളൊരു ഓട്ടോറിക്ഷ അറേഞ്ച് ചെയ്തു. ആ ചേട്ടനിവിടെ വരുന്നു. ആ സമയത്ത് ഞങ്ങൾ കയറ്റി വിടും. ഇവിടുന്ന് കയറ്റി വിട്ട് അപ്പം ഞാൻ ആരെങ്കിലും ഉണ്ടാവും, ഇവിടെ ചേച്ചിമാരെല്ലാം ഉണ്ടാവും. കയറ്റി വിട്ടിട്ട് സ്കൂളിൽ കൊണ്ടിറക്കുമ്പോൾ ആരെങ്കിലും പിള്ളേർ വരും. പിള്ളേർ സ്പെഷ്യലായിട്ട് നോക്കിയൊരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ അവളെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ അവളവിടെ നോക്കി നിൽക്കുന്നുണ്ടാവും, അവൾ എടുത്തുകൊണ്ട് പോകും, അല്ലെ കൈ പിടിച്ചെടുത്തുകൊണ്ട് പോകും. അങ്ങനെ അവളെ നോക്കിക്കൊണ്ട് 10ാം ക്ലാസ് വരെ അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇവളുടെ ഇഷ്ടം അനുസരിച്ച് അവൾക്ക് എന്ത് ആണോ താല്പര്യപ്പെടുന്നത് ആ രീതിയിൽ ഇവളെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അത് എങ്ങനെയാണ് ഇവിടെ ബാല്യകാലത്ത് ഇത്ര ആയി വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇടുക്കി ജില്ലയുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ബ്രാൻഡ് അംബാസഡറായിട്ട് നമ്മളെ DEO പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ? അതിലെങ്ങനെയാണ് സന്തോഷം? ശരിക്കും പറഞ്ഞാൽ ഞാനിത് അറിഞ്ഞില്ല. ഇപ്പം MLAയും നമ്മുടെ DEOയൊക്കെ വന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ശരിക്കും ഞെട്ടിപ്പോയി. നല്ല സന്തോഷമുണ്ട്. അതെ, നമ്മൾ മമ്മൂട്ടി മോഹൻലാലൊക്കെ പറയുന്ന പോലെ ഒരു ബ്രാൻഡ് അംബാസഡറായി മാറിയിരിക്കുകയാണ് അല്ലേ? അതെ, അതിൽ നല്ല സന്തോഷമുണ്ട്. ഓക്കെ, ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? കാരണം ഇങ്ങനെ ഒരു സന്തോഷത്തിൽ എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? കാരണം ഇത്രയധികം ഒരു സൗഭാഗ്യം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? ഈ കൊടുക്കുന്ന ക്രെഡിറ്റ് മുഴുവൻ കുട്ടിക്കുള്ളതാണ്. ഞങ്ങൾ ഇവളുടെ വളർച്ചയ്ക്ക് ഒരു സപ്പോർട്ട് മാത്രമേ നൽകിയിട്ടുള്ളൂ. ടീച്ചർ എന്ന നിലയിൽ ഞാൻ ഇതിനെ ഒരക്ഷരം പോലും പഠിപ്പിച്ചിട്ടില്ല. എല്ലാം കുഞ്ഞ് തന്നെ, ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും എല്ലാം കുഞ്ഞ് തന്നെ എഴുതി പഠിച്ചു. എൻ്റെ കൂടെ ഒരു ദിവസം പോലും സ്കൂളിൽ പോരാൻ കൊച്ചിന് സൗകര്യം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ആദ്യമേ പോവും. സ്കൂൾ ടൈം ഞങ്ങൾക്ക് 8:45 ആകുമ്പോഴേക്ക് സ്കൂളിലെത്തും. അപ്പോൾ കുഞ്ഞ് 9:30 ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊച്ചിനെ കൊണ്ടുപോയി ഇടുന്ന കാര്യത്തിലോ എടുത്തുകൊണ്ട് പോയതോ അല്ലെങ്കിൽ അക്ഷരം പഠിപ്പിച്ചതോ അങ്ങനെയുള്ള ഒരു ക്രെഡിറ്റും അമ്മ എന്ന രീതിയിൽ അല്ലെ ടീച്ചർ എന്ന നിലയിൽ എനിക്ക് അവകാശപ്പെടാനില്ല. ഇതെല്ലാം കുഞ്ഞിന് തന്നെയാണ്. പിന്നെ കുഞ്ഞിൻ്റെ വിജയത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ ഫുൾ A+ ഒക്കെ പ്രതീക്ഷിച്ചതാണ്, അപ്രതീക്ഷിത വിജയമല്ല. കാരണം രാത്രികളിൽ പഠിക്കും. അപ്പോൾ വൈകുന്നേരം 4:30 വരെയൊക്കെ +1ലും +2ലും വന്നിരുന്ന് കഴിയുമ്പോൾ വരുന്നു, ഒരു ഗ്ലാസ് ചായ കുടിക്കും, കുളിക്കുന്നു, കിടന്നുറങ്ങുകയാണ്.
പിന്നെ 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ഫ്രഷായിട്ട് പിന്നീടാണ് ഇരുന്ന് പഠിക്കുക. അപ്പോൾ രാത്രിയിൽ 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. അതിന് മുമ്പേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ രാവിലെ എഴുന്നേക്കും, വിളിക്കുമ്പോൾ 7:30 അല്ലെങ്കിൽ 8 ആകുമ്പോൾ എഴുന്നേറ്റും. പിന്നെ എൻ്റെ ഒപ്പം +1 +2 ഞാനാണ് കൊണ്ടുപോയത്. എൻ്റെ ഒപ്പമായിരുന്നു വന്നിരുന്നത്. അനിയന് എന്താണ് പറയാനുള്ളത് ചേച്ചിയുടെ വിജയത്തെക്കുറിച്ച്? ഡാനിയൽ. ഞാൻ എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. എന്തുണ്ടെങ്കിലും ആവശ്യപ്പെടും, ഞാൻ എല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ. യെസ് സർ. ഇനി +2 പരീക്ഷ എഴുതാൻ പോകുന്നവരോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ കഷ്ടപ്പെട്ട് നല്ല മാർക്ക് നേടണം എന്നുള്ള വിശ്വാസത്തിൽ പഠിക്കുവാണെങ്കിൽ ഏതൊരു കുട്ടിക്കും എളുപ്പം നേടാനുള്ളതേ ഉള്ളൂ. പക്ഷേ പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ നമ്മൾക്ക് പരമാവധി പറ്റുന്ന അത്രയും സ്ട്രെയിൻ എടുത്ത് കഷ്ടപ്പെട്ട് പഠിക്കുവാണെങ്കിൽ നല്ലൊരു വിജയം കിട്ടും. ഇപ്പോൾ ജസ്റ്റ് പാസ്സാവുന്നവർക്ക് വേണമെങ്കിൽ തന്നെയും full A+ മേടിക്കാനും നല്ല മാർക്ക് മേടിക്കാനൊക്കെ സാധിക്കും. അതിപ്പോൾ നമ്മൾ ഓരോരുത്തരും അത് തീരുമാനിച്ച് അതിൽ ഉറച്ച ഒരു തീരുമാനത്തിൽ പഠിച്ചാൽ മാത്രമേ നല്ലപോലെ വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ആദ്യം തന്നെ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ലപോലെ പഠിച്ച് പ്രിപ്പറേഷൻ ചെയ്ത് പരീക്ഷ എഴുതുവാണെങ്കിൽ ആർക്ക് വേണേലും നിസ്സാരമായി A+ നേടാനുള്ളതേ ഉള്ളൂ. പിന്നെ അതോടൊപ്പം നമ്മൾ ഈ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാർത്ഥനയും നമ്മളുടെ കൂടെ കൂടേണ്ട ഒന്നാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ പരീക്ഷയുടെ സമയത്താണെങ്കിലും പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ വചനമൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഏറ്റവും നല്ലതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല വിജയത്തിന് എത്തിയ ഒരു വചനമുണ്ട്. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അത് ഫിലിപ്പി 4:13 ഈ വചനമാണ് എനിക്ക് ശക്തി തന്നതും. എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ടെൻഷൻ വന്നാലും ഇത് പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ പിന്നെ നമ്മൾ ഫുൾ ഫ്രീ ആണ്. ഇപ്പോൾ ഏത് മതത്തിലുള്ളവരാണേലും അവരുടെ ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും വീട്ടുകാരുടെയും സ്കൂളുകാരുടെയും എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിലും വിജയത്തിലെത്താൻ സാധിക്കും. അപ്പോൾ IAS എന്ന സ്വപ്നത്തിലേക്ക് എത്രയും വേഗം എത്താൻ ഇടുക്കി ജില്ലയുടെ വിദ്യാഭ്യാസ ബ്രാൻഡ് അംബാസഡറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വെൽക്കം.